തൊടുപുഴ. പാപ്പ അപ്പം ഫുഡ് കോഴിക്കോട്. കോഴിക്കോട്. കൊച്ചി. ഫ്രണ്ട്സ്. ജമ. ലൈഫ്. ലവ്. ലവ് അത് ഒറ്റ വാക്കിൽ പറയാം. ആ സൗന്ദര്യബോധം ഇല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ഒന്നും സംരക്ഷിക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അറിയില്ല, പക്ഷെ അത് നീ കുറച്ചും കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ വിചാരിച്ചെന്നുള്ള ഇപ്പൊ ഈ നിമിഷം വരെ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതായത് ഭയങ്കര സൗന്ദര്യം നോക്കുന്ന ഒരു ചുള്ളൻ ഫിഗർ ആണ് ഞങ്ങൾക്കൊക്കെ പൊതുവെ ആസിഫ് ഖാൻ. ബൈ ബോൺ ഞാനൊരു ചുള്ളനാണ്. പറയുന്ന പോലെ ഒരുപാട് അഫയേഴ്സ് ലൈഫിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു ടൈമിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇനി കല്യാണം കഴിക്കണം ഒരു സമയത്തിലേക്ക്. ഞാൻ 23 27 സിനിമയിൽ വന്ന് 23. ഞാൻ ഫോൺ എടുക്കാത്ത സ്വഭാവം. എല്ലാവരും എന്നെ കുറ്റം പറയും, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അത്. മോഹൻലാൽ വിളിച്ചിട്ട് ആസിഫ് അലി ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രവേഴ്സി വന്നപ്പോൾ ഇവരെല്ലാരും എന്നെ വിളിച്ച് എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഓ നീ അദ്ദേഹത്തിന്റെ ഫോൺ എടുക്കുന്നില്ലല്ലേ. അപ്പൊ ഞങ്ങള് ഇപ്പോഴും ഞാനത് അഭിമാനത്തോടെ അല്ല പറയുന്നത്, ലാൽസറിന്റെ ഫോൺ ഞാൻ എടുക്കാത്തതല്ല, ഞാനത് എനിക്ക് അറിയില്ലായിരുന്നു. അത് ടൈറ്റ് ഫിറ്റ് ബെൽ ബോട്ടംസ്. അന്ന് യൂണിഫോം പാൻസിൽ ഈ ഫുൾ ടൈറ്റ് ആയിട്ട് വന്നിട്ട് ബെൽ ബോട്ടം വരുന്ന ഒരു സ്റ്റൈലുണ്ട്. മിഷൻ ഇമ്പോസിബിൾ ഇറങ്ങിയ സമയത്ത് ബൈക്ക് ഹിറ്റായിട്ട് ഈ ബൈക്കിന് 2 ഹെഡ്ലൈറ്റ് വെക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എന്റെ കുറെ നല്ല ഫ്രണ്ട്സും ഒക്കെ ബൈക്കും വളരെ മോശമായിരുന്നു. അപ്പൊ നല്ല അടി കിട്ടാറുണ്ട്. പിന്നെ ചെണ്ടായിരുന്നു. അപ്പൊ ആദ്യം അപ്പൊ ഇറങ്ങുമ്പോ ഇപ്പൊ നമുക്ക് അന്ന് ഒത്തിരി പോക്കറ്റ് മണി ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അപ്പൊ എനിക്ക് ഒരു 100 രൂപ എടുത്ത് കൈ തന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബഹളമൊക്കെ വെച്ച് ബസ്സിൽ കയറി ഞാനൊരു വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ വിൻഡോയിലേക്ക് നോക്കുമ്പോൾ അപ്പം ഇങ്ങനെ ബസ്സിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് വിൻഡോ ഇങ്ങനെ കൈ കാണിച്ച് അപ്പം എന്നെ ഇങ്ങനെ ടാറ്റ കാണിച്ച് ആ പോയിന്റിൽ ഞാൻ പോയി. എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ കരച്ചിലായി ബഹളമായി. ഞാനന്ന് പോയില്ല. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഈ ഒരു ഇൻട്രോ വലിയൊരു ഇൻട്രോ ആണ്. കാരണം ഞാൻ കുറേ കാലമായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള, എന്താ പറയുക, എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം മുതലുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്ക് പറയാനുണ്ട്. കാരണം ഇല്ല, ഇതിൽ എന്താ പ്രായമായിട്ടൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ എന്താ പറയുക, ഞാൻ മലബാറിൽ നിന്നാണ്, ഞാൻ മലപ്പുറത്തു നിന്നാണ്. അപ്പം ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ 2009 മുതൽ ആസിഫ് അലി എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ള ഓളത്തിനെ പറ്റി എനിക്ക് ആദ്യം പറയണം. ഞാൻ പഠിച്ചത് ഗേൾസ് സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് മാത്രമേ ബോയ്സിനെ കാണാൻ പറ്റാറുള്ളൂ. സോ നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും കണ്ട ഭയങ്കര ഒരു സന്തോഷമൊക്കെ. ആ സമയത്താണ് ഋതു ഇറങ്ങുന്നത്. അപ്പം ഞങ്ങളെ ക്ലാസ്സിലെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വന്നിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. നിഷാൻ, ആസിഫ് അലി, റിമ കലിങ്കൽ, ഇവർ 3 പേരും. പിന്നെ ഞങ്ങൾക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇതേപോലത്തെ ഫ്രണ്ട്സ് ഉണ്ടാവണം, ബോയ്സുമായിട്ട് കുറേ കമ്പനി വേണം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ കുറേ കാലം ഞങ്ങൾക്കിടയിൽ ഈ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് പോയതിനു ശേഷം പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ അറിയുന്നത് ആസിഫ് അലി കല്യാണം കഴിക്കാൻ പോകാമെന്നാണ്. അതും ഒരു മാസികയിൽ. നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞോ എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. ഗൃഹലക്ഷ്മി വനിതയിൽ എഴുതി വന്നിരിക്കുകയാണ്. ജമാ മസ്രി, നമ്മുടെ കണ്ണൂരുകാരി, നമ്മുടെ കോഴിക്കോട് ഏതായിരുന്നു കോളേജിൻ്റെ പേര്? പ്രോവിഡൻസ് കോളേജിൽ പഠിക്കുന്ന സെക്കൻഡ് ഇയറോ ഫസ്റ്റ് ഇയറോ പഠിക്കുന്ന പെൺകുട്ടി. നിങ്ങൾ ഫസ്റ്റ് ജമ ചേച്ചിയുടെ കോളേജിലെ ഫ്രണ്ട്സ് ആസിഫ് അലിയാണ് കല്യാണം കഴിക്കണമെന്ന് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം BMW പോവാണ്. പിക്ക് ചെയ്യാൻ പോയിട്ട് ജമ താത്ത ഇറങ്ങി വന്ന് കാറിൽ കയറുമ്പോഴാണ് അവിടെ എല്ലാവരും അറിയുന്നത് ആസിഫ് അലിയാണ് കല്യാണം കഴിക്കാൻ പോകണമെന്നുള്ള കാര്യം. എന്നിട്ട് കോളേജിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളം, ഇതൊക്കെ ഞാൻ വായിക്കുന്നത് മാഗസീനിലാണ്. എൻ്റെ ഹൃദയമൊക്കെ ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്രദർലി ഫീലാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്ന കാര്യം ഈ മനുഷ്യൻ അവിടെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കോഴിക്കോട് പോയിട്ട് ചെയ്തു എന്നൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതവും, ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ നമ്മുടെയൊക്കെ ജീവിതം എന്നൊക്കെ നമ്മൾ കുറേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മൂപ്പര് കല്യാണമൊക്കെ കഴിഞ്ഞ് 2 നല്ല മക്കളൊക്കെ ആയിട്ട് ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുമ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സും ഒരുപാട് നല്ല നല്ല പടങ്ങളും ഒക്കെ തന്ന് ഒരൊറ്റ കണ്ണുകൊണ്ട് മാത്രം ഇത് ഞങ്ങളുടെ ആസിഫിക്കാണ് എന്ന് മനുഷ്യന്മാർ പറയുന്ന രീതിയിൽ വളർന്ന് പന്തലിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആസിഫ് അലിയാണ് എന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. ഹാപ്പി ഓണം. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറെ കാലത്തെ മെമ്മറി ആയതുകൊണ്ട് ഇത് പറഞ്ഞു തീരുമ്പോഴത്തേന് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഇത് ഇനി എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷെ ഞാൻ വരുന്ന വഴിക്ക് പറയുന്നതായിരിക്കും. തുടക്കത്തിൽ ഞാൻ മൊത്തത്തിലൊരു വെപ്രാളത്തിലായിപ്പോയി. അപ്പം എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഹാപ്പി ഓണം. എൻ്റെ വർഷം പറഞ്ഞ പോലെ ഞാൻ ഈ നമ്മൾ സിനിമയെ കാണുന്ന പോലെ ലൈഫിൻ്റെ
എല്ലാം ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളായിരിക്കുന്ന അവസ്ഥയും നമ്മളുടെ ചുറ്റുമുള്ള ചുറ്റുപാടുകളും ഫ്രണ്ട്സിനെയും ഫാമിലിയും എല്ലാത്തിനും ലൈഫിൽ സ്പേസ് വേണം, എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി ഭയങ്കര സിനിമാറ്റിക് ആയിരുന്നു. ഒരു സിനിമ പാരമ്പര്യമുള്ള വീട്ടിൽ നിന്നല്ല ഞാൻ വരുന്നത്. ഞാൻ സിനിമയിൽ വരും എന്നോ ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും എൻ്റെ ചുറ്റുമുള്ള ആരും വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെ ഭയങ്കര സിനിമാറ്റിക് ആയിരുന്നു. പിന്നെ എഗെയിൻ പറയുന്ന പോലെ ഒരുപാട് അഫയേഴ്സ് ലൈഫിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു ടൈമിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇനി കല്യാണം കഴിക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു സമയത്തിലേക്ക് ഞാൻ 23 27 സിനിമയിൽ വന്ന് 27ലാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം നല്ലൊരു പേരുള്ളൊരു ബാച്ചിലർ തന്നെയായിരുന്നു ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ. അപ്പൊ അങ്ങനെ കല്യാണം കഴിക്കണം തീരുമാനിച്ചു. സമയനെ മീറ്റ് ചെയ്തു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു, വീട്ടിൽ പറഞ്ഞു, കല്യാണം കഴിച്ചു. ഇപ്പം ഇത് പറഞ്ഞ പോലെ 2 കുട്ടികളായി. അപ്പൊ അതെല്ലാം ടച്ച് വുഡ് എല്ലാം ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത്. പിന്നെ എന്താ വെച്ചാൽ എങ്ങനെയാണ് ഈ ഒരു തലശ്ശേരിക്കാരിലും കണ്ണൂർ മലബാറിൽ നിന്ന് കെട്ടണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതായത് മലബാറിലുള്ള ആൾക്കാരുടെ അടുത്തൊരു സ്നേഹം എന്നൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഞങ്ങൾ മീറ്റ് ചെയ്തത് ശരിക്കും നിങ്ങളുടെ ലവ് മാരേജ് ആണോ? ആണ്, ഒരു അറേഞ്ച് ലവ് മാരേജ് ആണ്. എങ്ങനെ ഒപ്പിച്ച അവിടുന്ന്? അത് ഇത്രയും കണ്ടു, സംസാരിച്ചു, വീട്ടില് പറഞ്ഞു. ഞാൻ സിനിമ 27 പറയുമ്പോൾ ഞാൻ പറന്ന് നടന്ന് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പം കണ്ണൂരിൽ നിന്ന് എനിക്ക് ഇൻഫാക്ട് മലബാറിൽ നിന്ന് എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. കോഴിക്കോട് നിന്നായാലും തലശ്ശേരി, കണ്ണൂരിൽ നിന്നും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് സർക്കിളിലുള്ളതും കുറേ കോഴിക്കോട്ടുകാരാണ്. അപ്പം ഞാൻ പഠിച്ചത് വളർന്നതും ജനിച്ചതും വളർന്നതും ഒക്കെ തൊടുപുഴയിലാണ്. എൻ്റെ സ്കൂളിങ്സ് ഹൈസ്കൂൾ ചെയ്തത് എറണാകുളത്തായിരുന്നു, പിന്നെ കുട്ടിക്കാനത്തായിരുന്നു. അപ്പം ഞാനൊരു മലബാർ സൈഡ് എക്സ്പ്ലോർ ചെയ്തത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അവിടുത്തെ ആളുകളെ കണ്ട് പരിചയപ്പെട്ട് ഇതുപോലെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയും ആളുകൾ ഈ ദുനിയാവിലുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഒരു കണ്ണൂർ അല്ലെങ്കിൽ ഒരു മലബാർ കൾച്ചർ വേണം ലൈഫിൽ എന്ന് തോന്നിയത്. അങ്ങനെ ഒരു ആഗ്രഹം വന്നത്. മറ്റേ കണ്ടതും പരിചയപ്പെട്ടതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ എന്തെങ്കിലും ഒരു പുസ്തകം എഴുതുമ്പോൾ എല്ലാവർക്കും അറിയാം. സർപ്രൈസ് ആണ്. അതെ, അതാണ് നല്ലത്. ഇപ്പം ഇന്റർവ്യൂസ് കണ്ട സമയത്ത് തോന്നിയൊരു കാര്യമാണ്, അതായത് സ്കൂളിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഒരു പ്രസംഗത്തിന് പോലും പങ്കെടുക്കാത്ത ഒരാള് എങ്ങനെയാണ് അപ്പം സിനിമാ മോഹം വന്നത് എപ്പം മുതലാണ്? എങ്ങനെയാണ് ഞാൻ സിനിമയിൽ എത്തിപ്പെടും എന്നുള്ള ഒരു ഭയങ്കര വിശ്വാസത്തിൽ പിന്നെ VJ ആയിട്ടും RJ ആയിട്ടൊക്കെ വന്നത്? സിനിമ ശരിക്കും എന്നെ അട്രാക്ട് ചെയ്തത് സ്റ്റാർഡം തന്നെയാണ് ആദ്യം. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എൻ്റെ അതായത് നമ്മൾ സിനിമയിൽ കാണുന്ന ആളുകളോട് നമുക്ക് തോന്നുന്ന ഒരു ആവേശം അത് തന്നെയാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ഇപ്പോൾ ഡെഫിനറ്റ്ലി രജനീകാന്ത് സിനിമകൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു ആവേശം, ഷാറുഖ് ഖാനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം, ലാലേട്ടനെയും മമ്മൂക്കനെയും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം, അവരുടെ സിനിമകൾ കണ്ടിട്ട് നമുക്ക് ആ ഇമോഷൻസ് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. അവർ കോമഡി ചെയ്യുമ്പോൾ നമ്മൾ ചിരിക്കുന്നു, അവർക്ക് വിഷമം അവർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മമ്മൂക്ക ലാലേട്ടനൊക്കെ സെൻറ്റി സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നെ ആദ്യം സിനിമയിലേക്ക് അട്രാക്ട് ചെയ്തത്. എനിക്കും അങ്ങനെ ആവണം, എനിക്കും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. സിനിമ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് അങ്ങനെ. സിനിമകൾ ഒരുപാട് കാണുമായിരുന്നു. ഇപ്പം എൻ്റെ വാപ്പ ഒരു ഹാർഡ് കോർ മൂവി ഫാനാണ്. വാപ്പ ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാ റിലീസ് സിനിമകളും ഇപ്പം മമ്മൂക്ക ലാലേട്ടൻ സിനിമകൾ റിലീസായാൽ ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു വീക്കെൻഡിൽ സിനിമയ്ക്ക് പോകും. അപ്പം അങ്ങനെ സിനിമകൾ എപ്പോഴും കാണും. വീഡിയോ കാസറ്റ്സ് വീട്ടിൽ വാപ്പ റെഗുലറായിട്ട് എടുത്തുകൊണ്ട് വരും. അപ്പം അങ്ങനെ സിനിമകൾ കാണും. അപ്പം അങ്ങനെ സിനിമകളോടൊരു ഇഷ്ടം തോന്നി, ഈ സ്ക്രീനിൽ കാണുന്ന ആളുകളോട് ഒരു ആരാധന തോന്നി. അങ്ങനെയാണ് സിനിമയെ ഞാൻ ആഗ്രഹിച്ചു തുടങ്ങുന്നത്. പക്ഷെ സിനിമയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊന്നും അല്ല, ഇതിനേക്കാളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കലയാണ് ഇത് എന്നുള്ള. ആളുകൾക്ക് അട്രാക്ഷൻ തോന്നുന്നതും സ്റ്റാർഡം ഫീൽ ചെയ്യുന്നതും ഒന്നുമല്ല, അതിനേക്കാൾ വലിയൊരു കല സിനിമയിലുണ്ട്, ഒരു ആർട്ട് ഫോമാണത്. ഈ അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്നത് സിനിമയിൽ വന്നതിന് ശേഷമാണ്. അവിടെ നിന്നാണ് ശരിക്കും എനിക്ക് സ്ട്രഗിൾ ഫീൽ ചെയ്തതും പേടി ഫീൽ ചെയ്തതും ഒക്കെ. അഭിനയിക്കാൻ പറ്റുമോ, ഡയലോഗ്സ് പറയാൻ പറ്റുമോ, റിയാക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ശ്യാം സാറിനെ പോലെ ഒരു സംവിധായകൻ്റെ കൂടെ ആദ്യത്തെ സിനിമ ചെയ്യാൻ പറ്റുന്നു, സിബി മലയിൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു, സത്യനന്ദിക്കാട് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ എനിക്ക് കിട്ടിയ ഒരു ഫൈൻ ട്യൂണിങ് ആയിരിക്കാം. ശരിക്കും ഞാൻ വന്ന് ആദ്യം തന്നെ വേറെ ഒരു സംവിധായകൻ്റെ അടുത്തോ എൻ്റെ ഫിൽമോഗ്രഫി എടുത്ത് നോക്കിയാൽ ജയിച്ചതും പരാജയപ്പെട്ടതുമായ ഒരു സിനിമയെ എനിക്ക് റീപ്ലേസ് ചെയ്ത് ചിന്തിക്കാൻ പറ്റില്ല. ആ സിനിമയിൽ നിന്നെല്ലാം എൻ്റെ കരിയറും എൻ്റെ ഫ്യൂച്ചറും ഷേപ്പപ്പായി വന്നിട്ടുണ്ട്.
അപ്പോൾ അത് ശരിക്കും ഭയങ്കര എന്താ പറയുക, നമുക്ക് സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. കാര്യം എൻ്റെ ആദ്യത്തെ സിനിമകളിൽ എല്ലാവരും എന്നെ സിനിമ പഠിപ്പിക്കുമായിരുന്നു, സിനിമ ഞാൻ പഠിക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനുള്ളൊരു ധൈര്യമൊക്കെ കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പം പോർട്ട്ഫോളിയോ ആദ്യം കൊടുത്ത സമയത്ത് റിജക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ശ്യാം സാറിൻ്റെ പടത്തിൽ ഋതുവിൽ ആദ്യം കിട്ടുന്നത് ഹാപ്പി ദിവാലി എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ നിന്നാണ് നോട്ട് ചെയ്തതെന്നൊക്കെ പറയുണ്ടായി. അപ്പം ആ ഒരു സമയത്തൊക്കെ പല റിജക്ഷൻസും നമുക്ക് വരുമ്പോൾ, അപ്പോൾ സൂപ്പർ സ്റ്റാറിൽ മുരളി സാർ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം എന്തായിരുന്നു ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലൊക്കെ? എനിക്ക് ഒരിക്കലും ഇത് വേണ്ടാന്ന് വെക്കാൻ ഞാൻ തയ്യാറായിട്ടില്ലായിരുന്നു. പ്ലാൻ ബി നമുക്ക് പ്ലാൻ ബി എനിക്ക് ഇല്ലായിരുന്നു. വേറെ എനിക്ക് ഒറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, സിനിമയിൽ അഭിനയിക്കണം, എനിക്കൊരു വലിയ ആക്ടർ ആവണം എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ആലോചിക്കുമ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല, ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് അതിന് പേടിയുണ്ട്. പക്ഷെ എനിക്കൊരു പ്ലാൻ ബി ഇല്ലായിരുന്നു. അപ്പോൾ അത് ഇവൻച്വലി അത് സംഭവിച്ചു. ഇപ്പോൾ ഡെസ്റ്റിനി ടൈമിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? കാരണം മുരളി സാറാണ് പിന്നെ ഋതുവിൽ 15 ദിവസത്തെ നമ്മുടെ ആക്ടിങ് വർക്ക്ഷോപ്പിലൊക്കെ ഗ്രൂം ചെയ്തതൊക്കെ. അപ്പം അന്ന് റിജക്റ്റ് ചെയ്ത ആൾ തന്നെയാണ് പിന്നെ നമ്മളൊരു നായകനായിട്ട് വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വരുന്നത്. പൊതുവെ എല്ലാവരും പറയുന്നതുമാണ്, ഇപ്പം സിനിമയിൽ എന്തൊക്കെ കഴിവുണ്ടെങ്കിലും നമുക്കൊരു സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഇല്ല, അല്ലെങ്കിൽ എന്നെക്കാൾ കഴിവും സൗന്ദര്യമുള്ള എത്രയോ പേര് സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എത്രയോ പേര് സിനിമ 1-2 സിനിമകൾ ചെയ്തിട്ട് കണ്ടിന്യൂസ് സിനിമകൾ ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എവിടെ ഒരു ലക്ക് ഫാക്ടർ ഉണ്ട്, ഒരു ഡെസ്റ്റിനി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ളതിൻ്റെ ഒരു റിയാക്ഷൻ, ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇതിനുണ്ട്. അതിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോലും നല്ലത് ചെയ്യാനും നല്ലത് സംസാരിക്കാനും ആളുകളോട് നന്നായിട്ട് പെരുമാറാനും ഒക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ ഒരു 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 പ്ലാനിങ് എന്നല്ല, നമ്മൾ അങ്ങനെയായി മാറും. കാര്യം ഇതിനെല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും, നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും അതിൻ്റെ ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരു ഷോർട്ട് ടേമിലായിരിക്കില്ല, അതൊരു മേ ബി ഒരു വൈഡർ ഫ്രെയിമിലേക്ക് വരുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുക. ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു റൗണ്ടാണ് കേട്ടോ, ജിങ്സ് ചാലഞ്ച്. അറിയില്ലേ? ഇല്ലേ? അതായത് ഞാനൊരു വേർഡ് പറയുമ്പം അത് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന എന്താന്ന് പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ ഫുഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബിരിയാണി, പക്ഷെ പെട്ടെന്ന് പറയണം. അതായത് നമ്മളിങ്ങനെ ബുദ്ധി അത്രയും ഇങ്ങനെ കൂർമ്മതയോട് കൂടി ഇരിക്കുന്ന ഒരു സാധനമാണ്. തൊടുപുഴ. അപ്പം ബോർഡിങ്. ടെലിഫോൺ. ഫുഡ്. കോഴിക്കോട്. എക്സ്കർഷൻ. ഫസ്റ്റ് എക്സ്കർഷൻ. ഓക്കെ. കൊച്ചി. ഫ്രണ്ട്സ്. ജാമ. ലൈഫ്. ആദു. എക്സൈറ്റ്മെന്റ്. ഹയ. ബ്യൂട്ടിഫുൾ. കണ്ണൂര്. ഹോം. ഋതു. മാജിക്. ദിലീപ്. കണ്ണ്. സിനിമ. ലൈഫ്. കാർ. ഫേവറേറ്റ്. വെക്കേഷൻ. Mute, I mean like flight mode. Home, happiness. Love. Love. അത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. എങ്ങനെ പറയും? അപ്പോൾ അത് എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമല്ലേ, എല്ലാത്തിലും ആവശ്യമുള്ള കാര്യമാണ്. എന്നെ ഒരാൾ നോക്കി സ്നേഹമില്ലാതെ ഒരാൾ നോക്കിയിട്ട് പോകുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു ചിരി ഞാൻ ചിരിക്കുമ്പോൾ തിരിച്ചൊരു ചിരി ഞാൻ പ്രതീക്ഷിക്കും. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്സെറ്റ് ആവും. That's love for me. ആസിഫ്. Actor. Friends. Again, life. College. Fun. Cinema set. My favorite holiday destination. Okay. Comfort. Watching a movie. Outfit. Casuals. Road trip. Drive. Instagram. No Instagram. No. Okay. Workout. New hobby. Interviews. I love. You love. Smoking. At times. Drinking. No. Awards. Motivation. Dreams. Very big. Okay. ഫസ്റ്റ് എക്സ്കർഷൻ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ഫാമിലിയിൽ നിന്ന് മാറുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലി പക്ഷെ ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. കാര്യം ലൈക്ക് ഒരു 3 days ബാക്കാണ് ആഡം ഫസ്റ്റ് അവൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഒരു ദിവസം മാറി നിൽക്കുന്നത്. ഫസ്റ്റ് എക്സ്കർഷൻ ആയിരുന്നു അതിൻ്റെ. ട്രിവാൻഡ്രത്താണ് പോയത് സ്കൂളിൽ നിന്ന്. അപ്പം എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത്
എന്നെ ഫസ്റ്റ് ആയിട്ട് സ്കൂളിൽ നിന്ന് ഇതുപോലെ എക്സ്കർഷൻ പോകുന്നു. അപ്പൊ അന്ന് നമ്മള് മലമ്പുഴ, അന്നതാണ് മലമ്പുഴ മലമ്പുഴ പോകുന്നത്. അപ്പൊ ഞാൻ ഇതുപോലെ പോവാൻ നേരം തലേന്ന് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് സ്കൂളിൽ പോകണം. സ്കൂളിൽ നിന്നാണ് ബസ്സിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ വാപ്പ രാത്രി കിടക്കുന്നതിന് മുന്നേ വാപ്പ എന്നെ എനിക്കിപ്പോഴാണ് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത്, അന്നൊന്നും മനസ്സിലായിട്ടില്ല. വാപ്പക്ക് നല്ല ടെൻഷനുണ്ട്. വാപ്പ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പേടിയുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫുൾ പവറിലാണ്. ആദ്യമായിട്ട് ഫുൾ മൂന്നില്ല തേർഡിലാണല്ലേ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത്. അപ്പം ഞാനത് ഫുൾ പവറിൽ എടുത്തിരിക്കുകയാണ്. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആദ്യം അപ്പോൾ ഇറങ്ങുമ്പോൾ ഇപ്പം നമുക്ക് അന്ന് ഒത്തിരി പോക്കറ്റ് മണി ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ എനിക്ക് ഒരു 100 രൂപ എടുത്ത് കൈ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് വെച്ചോ, എന്തെങ്കിലും മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ 100 രൂപ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് വണ്ടി കയറി നമ്മളിങ്ങനെ സ്കൂളിൻ്റെ അടുത്തെത്താറായപ്പോൾ അപ്പോൾ ഒരു 100 രൂപയും കൂടെ തന്നു. ഇത് ആരെയും കാണിക്കണ്ട, ഇത് നീ പോക്കറ്റിൽ ഇട്ടോ, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രമേ ഇത് എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് നേരെ വന്ന് നമ്മുടെ സ്കൂളിൽ ഫ്രണ്ടിലെത്തി. എല്ലാവരും ലൈനായിട്ടൊക്കെ നിൽക്കേണ്ട, പാരൻസ് എല്ലാവരും ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ നേരെ കയറി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബഹളമൊക്കെ വെച്ച് ബസ്സിൽ കയറി ഞാനൊരു വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ വിൻഡോയിലേക്ക് നോക്കുമ്പോൾ അപ്പം ഇങ്ങനെ ബസ്സിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് വിൻഡോ ഇങ്ങനെ കൈ കാണിച്ച് അപ്പം എന്നെ ഇങ്ങനെ ടാറ്റ കാണിച്ച് ആ പോയിന്റിൽ ഞാൻ പോയി. എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ കരച്ചിലായി, ബഹളമായി. ഞാനന്ന് പോയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നേരെ, അതായത് മറ്റേ ലഞ്ച് ബോക്സ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന്. ഉമ്മ അന്ന് കുറെ കളിയാക്കി എന്നെ. അപ്പൊ ഞാൻ അന്ന് എൻ്റെ ഫസ്റ്റ് എക്സ്കർഷൻ അങ്ങനെയായിരുന്നു. അത് ടൂറ് അത് കുളമായി. അപ്പോൾ അതും ഇതുപോലെ കഴിഞ്ഞ ദിവസം പോകാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ പ്ലാനിങ് വീട്ടിൽ നടക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ പെർമിഷനൊക്കെ കൊടുത്ത് 2 ദിവസം മുന്നേ എനിക്ക് ടെൻഷൻ തുടങ്ങി. ഞാനപ്പോൾ സമയനെ വിളിക്കുന്നത്, ഞാനിവിടെ ഷൂട്ടിലാണ് തൃപ്രയാറിൽ. ഞാൻ സമയനെ വിളിച്ചിട്ട് അത് പോകാറായോ, അത്രയും വലുതായോ അത്? അന്ന് സമയൻ്റെ അടുത്ത് ഞാൻ പോകാറായി. പിന്നെ 5-ലെത്തിയില്ലേ, പോകാറായില്ലേ? അപ്പോൾ എനിക്ക് ഇതുപോലെ ടെൻഷൻ. എന്നിട്ട് എൻ്റെ അടുത്ത് ആദ്യം സമയം പറഞ്ഞ കാര്യം, ഡ്രോപ്പ് ചെയ്യാൻ വരരുത്, ഞാൻ ചരിത്രം ആവർത്തിക്കരുത്, ഇനി ആദ്യം വിളിച്ചോണ്ട് വരും എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. അപ്പൊ എനിക്ക് അതിങ്ങനെ ആ ലൈഫ് സർക്കിൾ ഞാനിപ്പോൾ ആസ്വദിക്കുന്നുണ്ട്. ഈ പാരൻസുമായിട്ടുള്ള ബോണ്ടിങ് എപ്പോഴും നമുക്ക് മനസ്സിലാവുക. ഇപ്പം പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്, ഞാനിത് വേറെ ഇൻ്റർവ്യൂസും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രായം കഴിയുമ്പോൾ ആൺകുട്ടികൾക്ക് എപ്പോഴും തോന്നുന്നത് നമുക്ക് ഫ്രീഡം വേണം, വീട്ടിൽ നിന്ന് ഇറങ്ങണം. പാരൻസാണ് നമുക്ക്, പാരൻസ് എഗെയിൻസ്റ്റ് ആവും നമ്മൾ, അവരെന്ത് പറഞ്ഞാലും നമ്മൾ നോ പറയും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു റൗണ്ട് കറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ആ സ്റ്റേജിലാണുള്ളത്. എനിക്ക് ആ കാര്യങ്ങൾ എനിക്ക് അതും ഉണ്ടായിക്കഴിഞ്ഞ് അതായത് അതിൻ്റെ ഡെലിവറി കഴിഞ്ഞ് വെരി ഫസ്റ്റ് മിനിറ്റ് ഞാൻ ചെയ്തത് എൻ്റെ വാപ്പാനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. കാര്യം ഞാൻ ഉണ്ടായ സമയത്ത് വാപ്പാക്കുണ്ടായ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ മനസ്സിലായത് എനിക്ക് മോനുണ്ടായപ്പോഴാണ്. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ ട്രിപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മക്കളുമായിട്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പം വീട്ടിലുണ്ടാവുന്ന സമയത്ത് കുളിപ്പിക്കുന്നത്, മുടി കെട്ടി കൊടുക്കണമൊക്കെ ആസിഫ്ക്ക് ആവുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു ബോണ്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു ലൈഫൊക്കെ എങ്ങനെ പോകണം, ഈ ഒരു കുട്ടികളും കുടുംബവുമായിട്ടുള്ള ആ ഒരു വേറെ തന്നെ ഒരു ജേണി? അതും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ വേറൊരു കമ്പാരിസണോ ഫ്രണ്ടിലൊരു എക്സാമ്പിളോ അങ്ങനെ ഒന്നും നമ്മൾ ഇപ്പം ഞാനും എൻ്റെ വാപ്പായും ഉമ്മായും എൻ്റെ ബ്രദറുമായിട്ടുണ്ടായിരുന്ന ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ കുറെ കൂടെ ഫോർമലായിരിക്കും. അങ്ങനെ പറയാം. അങ്ങനെ ഭയങ്കര ഇപ്പം എന്തായാലും ഞാനും അതും ഹയയും സമയം തമ്മിലുള്ള പോലത്തെ ഒരു ബോണ്ടിങ് ആയിരിക്കില്ല. അവിടെ കുറച്ചും കൂടെ നമുക്കറിയാം, പഴയൊരു സമയത്ത് നമ്മളുണ്ടായിരുന്നപ്പോൾ കുറച്ചും കൂടെ പേടി ഉണ്ടായിരുന്നു. ഇപ്പം അത് ഓടി വന്നിട്ട് എൻ്റെ തലക്കിട്ട് ഒരു അടി അടിച്ചിട്ട് പോയാലും ഞാൻ തമാശയിൽ എടുക്കുള്ളൂ. പക്ഷെ ആ അടി എൻ്റെ വാപ്പാക്ക് ഞാൻ കൊടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ട്. കുറെ കൂടെ കാഷ്വൽ ആയിരുന്നു ഫാമിലി ലൈഫും തോന്നുന്നു. പക്ഷെ അടിപൊളിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഞാൻ സമയം നമുക്ക് ഓരോ ദിവസവും കുട്ടികളായിട്ടുള്ളത് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ സ്കൂളാണെങ്കിലും അവരെ ട്യൂഷന് ചേർക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ എക്സ്കർഷന് പോകുന്ന കാര്യങ്ങളാണ്, എല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. അപ്പം നമ്മളത് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യുകയാണ്. അതും ഹൈ ആയിട്ടാണെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് സീ. അവർക്ക് ഇങ്ങനെ ഇതേപോലെ സിനിമ നടനാണ് അങ്ങനത്തെ ഒരു ഇതൊക്കെ വന്ന് അതിന് ഇപ്പോഴാണ് അടുത്ത് ഡാഡനെ എന്തിനാണ് ആളുകൾ ഇത്രയും കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും അവനുണ്ടായിരുന്നു. കാര്യം പല സ്ഥലത്തും നമുക്ക് പോകുമ്പോൾ പ്രിഫറൻസസ് കിട്ടുന്നത് അത് കാണുന്നുണ്ട്. ആദുവിനെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. മേ ബി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസൊക്കെ വന്നിട്ട് അറിയാവുന്നത് കൊണ്ട്
അപ്പം ഗ്രാജുവലി ഇപ്പോൾ മേ ബി ഒരു ലാസ്റ്റ് 2 ഇയേഴ്സിലൊക്കെയാണ് അത് തിരിച്ചറിഞ്ഞതും. അപ്പം ഞാൻ ഒരു പ്രിവിലേജ് ആദൂനെ കിട്ടരുത്, അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കരുത് എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പം അത് ആദൂന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഹായ്ക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ബോർഡിങ്ങിലല്ലേ പഠിച്ചത്? എത്ര ക്ലാസ് മുതൽ ബോർഡിങ്ങിൽ പോയി പഠിക്കാൻ തുടങ്ങി? ബോർഡിങ്ങിൽ ഞാനൊരു 8th 9th 10th +1 +2 ആണ്. ഇപ്പോൾ പൊതുവെ നമുക്ക് ഇപ്പോൾ സിനിമകളൊക്കെ കാണുമ്പോൾ ഈ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഭയങ്കര എന്താ പറയുക റിച്ച് ആൻഡ് മറ്റേ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്നൊക്കെ ഒരു സാധനം പൊതുവെ നമ്മൾ വെറുതെ ഇങ്ങനെ കാണാറുണ്ട്. ഞാൻ പറയാണ്. അപ്പം നിങ്ങളുടെ ബോർഡിംഗ് ലൈഫ് ശരിക്കും എങ്ങനെയാണ്? ശരിക്കും ബോർഡിംഗ് ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്? ബോർഡിംഗ് ലൈഫ് താരേ സമീൻ പറിൽ കാണൂലേ, അതുപോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. കാര്യം ഞാൻ അവിടെ എൻ്റെ വാപ്പായും ഉമ്മായും വളരെ കൊഞ്ചിച്ച് വളർത്തിയ ഒരു മകനാണ് ഞാൻ. അപ്പം എനിക്ക് ഈ പറയുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വാപ്പ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. പൊളിറ്റിക്കലി അത്യാവശ്യം തൊടുപുഴയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ചില കൺസിഡറേഷൻസ് എനിക്ക് കിട്ടി തുടങ്ങിയ സമയത്താണ് വാപ്പ എന്നെ ബോർഡിംഗ് സ്കൂളിലേക്ക് ആക്കിയത്. അപ്പോൾ ബോർഡിങ്ങിലായ സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് എല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്ന ഉമ്മയാണ്. എൻ്റെ ഷൂ ലേസ് കെട്ടിത്തരുന്നത് പോലെ എൻ്റെ ബട്ടൺസ് ഇട്ട് തരുന്നത് വരെ ഉമ്മയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്നെ ബോർഡിങ്ങിലേക്ക് പോയപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അനിയനുണ്ട്. അപ്പോൾ എല്ലാവരെയും പോലെ എൻ്റെ ആദ്യത്തെ ചിന്ത അനിയനോട് സ്നേഹം കൂടിയതുകൊണ്ട് എന്നെ ബോർഡിങ്ങിൽ കൊണ്ടാക്കി എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലിട്ട് വർക്ക് ചെയ്യും. പിന്നെ പക്ഷേ ഗ്രാജുവലി നമ്മൾ ഫ്രണ്ട്സായി സെറ്റിലായി. ഫ്രണ്ട്സാണ് ലോകം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സമയമായപ്പോഴത്തേക്ക് ഞാൻ ബോർഡിങ്ങിൽ വെൽ സെറ്റിൽഡായി. ഞാൻ ഹാപ്പിയായി. പക്ഷെ ഞാൻ ഈ വാപ്പടുത്ത് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിക്ക് വാപ്പ എൻ്റെ ലൈഫിൽ വാപ്പ എനിക്ക് ചെയ്തു തന്ന ഏറ്റവും നല്ല കാര്യം എന്നെ ബോർഡിംഗ് സ്കൂൾ ആക്കി എന്നുള്ളതാണ്. എഗെയിൻ ഞാൻ ആ പോയിന്റിലേക്ക് തിരിച്ചു വരുവാണ്. എനിക്ക് അന്ന് അത് മനസ്സിലായില്ല. പക്ഷെ സെൽഫ് സഫിഷ്യൻ്റ് ആയതും ഏത് അവസ്ഥയിൽ കൊണ്ടിട്ടാലും ജീവിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഞാൻ എത്തിയത് ഈ ബോർഡിംഗ് സ്കൂളിൽ നിന്നാണ്. എല്ലാ തരത്തിലുള്ള ഫ്രണ്ട്സും എനിക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്തു നിന്നുള്ള, ഇപ്പം ഞാൻ പുത്തൻകുരിശിലാണ് പഠിച്ചത്. രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴ, തൊടുപുഴ, ഇപ്പുറത്തേക്ക് വരുമ്പോൾ ചേർത്തല മുതൽ ആലപ്പുഴ മുതൽ കോട്ടയത്തു നിന്നുള്ള ആളുകൾ, ഇപ്പുറത്തേക്ക് എറണാകുളം, ആലുവ, തൃശ്ശൂർ, പാലക്കാട്, അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ. ഒരു തൊടുപുഴക്കാരനായി എനിക്ക് അത്രയും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്യൂച്ചർ ഷേപ്പ് അപ്പ് ചെയ്തതിൻ്റെ അകത്ത് ബോർഡിംഗ് സ്കൂളിന് അത്രയും വലിയൊരു സ്പേസ് ഉണ്ട്. എൻ്റെ ജൂനിയർ ആയിരുന്നു അൽത്താഫ് സ്കൂളിൽ. അൽത്താഫ് ഒരു കരച്ചിൽ കുട്ടിയായിരുന്നു. എന്തിനാ കരയുന്നത്? ബോർഡിംഗ് വളരാത്തോണ്ടാണ് അറിയാത്തത്. ആ സമയത്ത് വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത്, നമ്മുടെ ടേമിൽ ഒരു പ്രാവശ്യമാണ് വീട്ടിൽ വിടുക. പിന്നെ വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്തായാലും കരയും. നിങ്ങളുടെ, അതായത് എനിക്ക് അറിയാത്തോണ്ടും കൂടി ചോദിക്കണം കേട്ടോ, നിങ്ങളുടെ ഒരു ലൈവ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ? ഇപ്പൊ നമ്മൾ സിനിമ കാണുമ്പോൾ 5 മണിക്ക് മറ്റേ വലിയ അലാം അടിക്കുന്നു. 5 മണിക്കല്ല, നമുക്ക് 6:30ക്കാണ് നമ്മൾ വേക്കപ്പ് കോൾ ഉണ്ടായിരുന്നത്. 6:30ക്ക് എണീക്കുക, 7 പ്രെയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും 7:30 to 8:30 നമുക്ക് സ്റ്റഡി ടൈം ഉണ്ട്. ലൈക്ക് രാവിലത്തെ പ്രിപ്പറേഷൻ. അത് 8:30 to 8:30ക്ക് നമ്മൾ കുളിച്ച് ഫ്രഷായി 9-ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ 9:30ക്ക് സ്കൂളിലെത്തും. സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരു 5:30ക്ക് മുന്നേ ബോർഡിങ്ങിൽ തിരിച്ച് കയറുക. ഗ്രൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 6 ആകുമ്പോൾ തിരിച്ച് കയറി കഴിഞ്ഞാൽ 6:30 to 8 o'clock സ്റ്റഡി ടൈം, എഗെയിൻ പ്രെയർ, പിന്നെ ഡിന്നർ, പിന്നെ ഒരു 9 to 9:45 സ്റ്റഡി ടൈം, 10 o'clock ബെഡ്. ഇതാണ് ബോർഡിംഗ് സ്കൂൾ. ഔട്ടിംഗ് ഉണ്ടാവാറുണ്ടോ നിങ്ങൾക്ക്? ഔട്ടിംഗ് വീക്ക്ലി ഇതുപോലെ സൺഡേസ് ഒക്കെ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നാൽ ഒന്ന് പുറത്തു പോകാം. അല്ലാതെ അന്ന് സ്കൂളല്ലേ, നമ്മൾ 7th 8th ഒറ്റയ്ക്കൊന്നും ആരും പുറത്തു വിടില്ലല്ലോ. പഠിക്കാൻ എങ്ങനെയായിരുന്നു സമയത്ത്? വളരെ മോശമായിരുന്നു. അപ്പൊ നല്ല അടി കിട്ടാറുണ്ടായിരുന്നു? പിന്നെ ചെണ്ടായിരുന്നു. ഏറ്റവും മാർക്ക് കുറഞ്ഞ വിഷയം ഏതാ? മാത്സും കെമിസ്ട്രി ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സാറാമ്മ ടീച്ചർ എന്നാണ് കെമിസ്ട്രി ടീച്ചറിൻ്റെ പേര്. അപ്പോൾ ഇവരൊരു ദിവസം എൻ്റെ അടുത്ത് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്ഭുതമാണ്, ഗ്ലൂക്കോസിനൊരു സ്ട്രക്ചർ ഉണ്ടോ എന്ന്. പൊടിയായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അതായിരുന്നു എന്നെ പറ്റിയുള്ള ഇംപ്രഷൻ സ്കൂളിൽ. ഓക്കെ. ഇപ്പം ആധുനിക ഹൈനെ എപ്പോഴെങ്കിലും ബോർഡിങ്ങിൽ വിടോ? എനിക്ക് ആഗ്രഹമുണ്ട്, ടു ബി വെരി ഫ്രാങ്ക്. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു വലിയ കാര്യം അതാണ്.
ഇപ്പൊ പാരന്റ്സിന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ കൊഞ്ചിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഇവർക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്പേസ് പോലും നമ്മൾ കൊടുക്കാറില്ല പലപ്പോഴും ലൈഫിൽ. നമ്മുടെ ജനറേഷനിലൊക്കെ ഒരുപാട് പേർക്ക് പറ്റിയിട്ടുള്ളതാണത്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഹൈസ്കൂളിലൊക്കെ പകുതി ആകുമ്പോൾ ഒന്ന് ബോർഡിങ്ങിൽ പോകണം. ഇറ്റ്സ് വെരി പെയിൻഫുൾ. എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ പറ്റില്ല. അതിനൊക്കെ നമ്മൾ ഇടയ്ക്ക് പേടിപ്പിക്കും, സമയം ഇങ്ങനെ പേടിപ്പിക്കും ഇടയ്ക്ക്. അതിന് ബോർഡിങ്ങിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു പേടിയുണ്ട്. പക്ഷെ എൻ്റെ ഒരു പ്ലാൻ അതാണ്. അത് നമുക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? കോളേജൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓഡീഷൻസിന് കുറെ പോവാണ്, പിന്നെ ഇന്റർവിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലേ വിജയ് ആയിട്ട്, പിന്നെ RJ ആയിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഓഫർ തന്നു, പക്ഷെ അവിടെ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. ഓക്കെ, നമ്മുടെ ലക്ഷ്യം ഇതാണല്ലോ അല്ലേ, ക്യാമറ ഉള്ള പരിപാടിയൊക്കെയുള്ളൂ. അപ്പം ആ ഒരു സമയമൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സും? കൊച്ചി ഒരു പുതിയ കൾച്ചറായിരുന്നു എപ്പോഴും. ഞാൻ സ്കൂളിൽ വന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ തൊടുപുഴയിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ ഉൾപ്പെടെയുള്ള ലൈഫ് സ്റ്റൈലിൽ മാറ്റം കൊച്ചിയിലാണ് കാണുന്നത്. അന്ന് പെൻഡാമിനൊക്കെ ഒരു വലിയ ഡെസ്റ്റിനേഷൻ, എസ്പ്ലനേഡും സെന്റ് ട്രേസാസിന്റെ ബാക്കിൽ, GCDA, അത് മൂന്നുമായിരുന്നു നമ്മുടെ ഈ ട്രയാങ്കിൾ കോർണർ എന്ന് പറയുന്നത്. അവിടെ പോവുക, ശ്രീധർ കഫേ പിന്നെ തുടങ്ങി. അപ്പം ഇങ്ങനെ പോവുക, അവിടെ പോവുക, ഇവിടെ വന്നിരിക്കുക, ആളുകളെ മീറ്റ് ചെയ്യാൻ പോവുക. കൊച്ചിയിൽ പിന്നെ മോഡലിങ്ങിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അന്ന് കാണുമ്പോൾ ഒരു മോഡൽ എന്നൊന്നും പറയുന്ന അവസ്ഥയിലല്ലെങ്കിൽ പോലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അന്നത്തെ ഫാഷനൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ? ഫാഷൻ അന്ന് ഞാൻ കൊച്ചി എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ഫിറ്റ് ബെൽ ബോട്ടംസ്. അന്ന് യൂണിഫോം പാൻസിൽ ഈ ഫുൾ ടൈറ്റ് ആയിട്ട് വന്നിട്ട് ബെൽ ബോട്ടം വരുന്ന ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. അതായിരുന്നു സ്കൂളിലൊക്കെ എല്ലാവരും. ബൈക്കിന് ഈ മിഷൻ ഇമ്പോസിബിൾ ഇറങ്ങിയ സമയത്ത് ബൈക്ക് ഹിറ്റായിട്ട് ഈ ബൈക്കിന് 2 ഹെഡ്ലൈറ്റ് വെക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എൻ്റെ കുറേ നല്ല ഫ്രണ്ട്സും ഒക്കെ ബൈക്കും ഇതുപോലെ. പിന്നെ അന്ന് എസ്പ്ലൈഡിൽ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു കൊച്ചിയിലെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പോയി നിൽക്കുക, അപ്ഡേറ്റഡ് ആവുക. പിന്നെ ഓഫ് കോഴ്സ് സെന്റ് ട്രേസാസ് ഉണ്ട്. ഓക്കെ, സൗന്ദര്യ സംരക്ഷണം, കാരണം നമ്മൾ സിനിമയാണല്ലോ നോക്കണേ. അപ്പം ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മുഖത്ത് ചെയ്യുന്ന കാര്യമാവാം, ചിലപ്പോൾ ഹെയർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ ആ സമയത്ത്? ഇല്ല, അങ്ങനെ ഒന്നും ആ സമയത്തും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ അധികം അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പം ഇപ്പോഴും ശരീരം, ഇപ്പോഴാണ് എനിക്ക് വർക്കൗട്ട് ചെയ്യണം എന്നും ഡയറ്റ് ചെയ്യണം എന്നും ഒക്കെ തോന്നിയത്. ഇപ്പോൾ ട്രെയിനറുണ്ട്, അങ്ങനെ കൃത്യമായിട്ട് ഡയറ്റും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ മേ ബി ഒരു ലാസ്റ്റ് ഒരു 2-3 years ആയിട്ടായിരിക്കും ക്യാരക്ടേഴ്സിനനുസരിച്ച് ഫിസിക്കും കൂടെ മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ ടിക്കി ടാക്ക എന്ന് പറഞ്ഞൊരു ഫിലിമിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ 6 pack ആക്കണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു ഇഞ്ചുറി പറ്റി. അപ്പോൾ അതിനൊരു 3 months ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അഡ്യൂസ് അമീഗോ ചെയ്തത്. അപ്പോൾ അതിലൊരു ഫുൾ ടൈം ഡ്രങ്കൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിന് നല്ല കവിളും നല്ല വയറും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ഗെയിൻ ചെയ്തു, കുറച്ചധികം വയറ് ചാടിച്ചു. പിന്നെ അത് ഫുൾ കട്ട് ചെയ്ത് ഇപ്പോൾ തിരിച്ച് ടിക്കറ്റ് ആക്കിക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ബാക്കി ഹെയറും സ്കിന്നും ഒന്നും അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ഫോൺ എടുക്കാത്ത സ്വഭാവം. എല്ലാവരും എന്നെ കുറ്റം പറയും, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അത്. മോഹൻലാൽ വിളിച്ചിട്ട് ആസിഫ് അലി ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രവേഴ്സി വന്നപ്പോൾ ഇവരെല്ലാവരും എന്നെ വിളിച്ച് എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഓ നീ അദ്ദേഹത്തിന്റെ ഫോൺ എടുക്കുന്നില്ലല്ലേ. അപ്പൊ ഞങ്ങൾ ഇപ്പോഴും ഞാനത് അഭിമാനത്തോടെ അല്ല പറയുന്നത്. ലാൽസന്റെ ഫോൺ ഞാൻ എടുക്കാത്തതല്ല, ഞാനത് എനിക്ക് അറിയില്ലായിരുന്നു അത്. ഇപ്പൊ സിനിമ തന്നെ എടുക്കും, ഈ ലോകം മുഴുവൻ കണ്ട് ഹിറ്റായ ഒരു സിനിമയാണെന്ന് പറഞ്ഞാലും അതിലെന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ കാണൂല. അപ്പോൾ നമ്മുടെ തിയേറ്ററിൽ അപ്പോൾ ഓടൂല. അത് കുട്ടികളായി കഴിയുമ്പോഴേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അവര് എന്ത് ചെയ്താലും നമുക്ക് അഭിമാനം തോന്നും. അത് ഒരു മൂളിപ്പാട്ട് പാടിയ വരെ ഞാൻ അത് പാടും എന്നുള്ള ഫീലിലേക്ക് വരും. എൻ്റെ ഇമോഷൻസ് എല്ലാം കുറച്ച് ഇച്ചിരി കൂടുതലാണ്. ദേഷ്യം വന്നാൽ പെട്ടെന്ന് ദേഷ്യം വരും. എൻ്റെ മുഖത്ത് അറിയാം ഞാൻ ദേഷ്യത്തിലാണെന്ന്. ഞാനത് റിയാക്ട് ചെയ്തതിനെ പറ്റി പിന്നെ ഓർത്ത് വിഷമിക്കും. ആ സൗന്ദര്യബോധം ഇല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ഒന്നും സംരക്ഷിക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അറിയില്ല, പക്ഷെ അത് നീ കുറച്ചും കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ വിചാരിച്ചെന്നുള്ള ഇപ്പൊ ഈ നിമിഷം വരെ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതായത് ഭയങ്കര സൗന്ദര്യം നോക്കുന്ന ഒരു ചുള്ളൻ ഫിഗർ ആണ് ഞങ്ങൾക്കൊക്കെ പൊതുവെ ആസിഫ് ഖാൻ. ബൈ ബോൺ ഞാനൊരു ചുള്ളനാണ്. ആണ്, അതാണ് അതിന് സംശയം. പിന്നെ